കരുത്ത് കാണിക്കാൻ കഴിയാത്ത, തീരുമാനങ്ങൾ പെട്ടെന്ന് എടുക്കാൻ കഴിയാതെ പോകാവുന്ന, ചിലപ്പോഴൊക്കെ ഇച്ഛാശക്തി കാണിക്കാൻ കഴിയാവുന്ന അവസ്ഥയ്ക്ക് പെണ്ണിൻ്റെതായ അവസ്ഥയാണ്. കാരണം അവരുടെ മനസ്സ് പലപ്പോഴും അവിടെ ശാരീരികമായ അവസ്ഥയാൽ ഡിസ്റ്റർബ്ഡ് ആയിരിക്കും. അങ്ങനെയുണ്ടല്ലോ, നമുക്ക് ഭാര്യമാരുമായിട്ട് ജീവിക്കുന്നവരാണ് അവർ ശതമാനം. അവർക്ക് ചില സമയത്തൊക്കെ അവരുടെ മനസ്സ് വല്ലാത്ത അവസ്ഥയിലായിരിക്കും, ശരീരം തളർന്നു പോകും, ചിലപ്പോൾ മറ്റു പല അവസ്ഥകളൊക്കെ ഉണ്ടാകും. ഇതൊക്കെ പെണ്ണിന്റെ ഒരു പ്രകൃതിപരമായ അവസ്ഥ. അത് അവിടെ അങ്ങനെ ആയെങ്കിലേ ഈ മനുഷ്യர்கள் നിലനിൽക്കും. അത് അവൾക്കൊരു മോശം അവസ്ഥയല്ല, അവളെ ബഹുമാനിക്കുന്നു. അതുകൊണ്ട് തന്നെയാണ് അവളോട് കൂടുതൽ കാരുണ്യം കാണിക്കാൻ നമ്മോട് പറഞ്ഞത് കൊണ്ടാണ് മഹാന്മാരായ പണ്ഡിതന്മാർ സ്ത്രീകളുടെ ഇത്തരത്തിലുള്ള പീരിയഡ് സമയവുമായി ബന്ധപ്പെടുത്തി നൽകിയ ഉപദേശങ്ങളിൽ ആ സമയത്ത് നമ്മുടെ ഭാര്യമാർക്ക് ഏറ്റവും കൂടുതൽ സ്നേഹം നൽകണമെന്നും അവർക്ക് ആശ്വാസവും സാന്ത്വനവും നൽകാൻ കഴിയണമെന്നൊക്കെ ഭർത്താക്കന്മാർ ഉപദേശിച്ചിട്ടുണ്ട്. അതിലൊരുപാട് മനഃശാസ്ത്ര വശങ്ങളുണ്ടെന്നും ഫിസിക്കലി അങ്ങനെ ഒരു അവസ്ഥ സംഭവിക്കുന്നു. ഈ ഒരു അവസ്ഥയിൽ പല സ്ത്രീകൾക്കും വല്ലാത്ത മനോവിഷമവും പല ശാരീരിക അസ്വസ്ഥ ഉണ്ടാകുന്നതൊക്കെ സയൻസ് നന്നായി പഠിപ്പിച്ചിട്ടുണ്ട്. വിശദീകരിക്കാൻ വേണ്ടിയല്ല ഒരു സൂചന പറഞ്ഞതാ. ഈ പറഞ്ഞ വർത്തമാനത്തിന്റെ മർമ്മം മനസ്സിലാക്കി തന്നെ വേണ്ടി ഗർഭിണിയായിരിക്കെ അവർക്ക് ലഭ്യമാക്കേണ്ടുന്ന കാര്യമായ പരിചരണം, വല്ലാത്ത ഒരു സപ്പോർട്ട്, അവരുടെ കൂടെ ഇരുന്ന് വർത്തമാനം പറഞ്ഞ് അവർക്ക് മനസ്സിന് ആശ്വാസമെങ്കിലും ഭർത്താക്കന്മാർ നൽകേണ്ടുന്ന ഒരു പിന്തുണ, അതിനെക്കുറിച്ചൊക്കെ ധാരാളമായിട്ട് ഇസ്ലാമിലെ പണ്ഡിതന്മാർ സംസാരിച്ചിട്ടുണ്ട്. അപ്പൊ അതൊക്കെ പെണ്ണിന്റെ ഒരു അവസ്ഥ പരിഗണിച്ചിട്ടാണ്. അപ്പൊ ഇങ്ങനെ ഒരു അവസ്ഥയുള്ളതുകൊണ്ട് പഠിച്ചവനെ ഞാൻ പ്രസവിച്ചത് പെണ്ണായി, എന്റെ ഉദ്ദേശം നേർച്ച ഇതായിരുന്നു, നിന്റെ ദീനിന്റെ മാർഗത്തിൽ ഒരു സമയം ഒഴിഞ്ഞു വെക്കപ്പെട്ട അങ്ങനെ ദീനീ സേവകനായ ഒരു ആൺകുഞ്ഞ് ജനിക്കുകയും അതിനെ ആ വഴിക്ക് വളർത്തുകയും ചെയ്യാൻ നേർച്ചയാക്കിയതാണ് ഞാൻ. പക്ഷെ ജനിച്ചത് പെണ്ണ് ആണെന്നത് അള്ളാഹ്ക്കറിയാവുന്നതല്ല. പക്ഷേ ആണും പെണ്ണും ഈ വിഷയത്തിൽ സമന്മാരല്ല. ബാഹുവിന്റെ സന്ദേശവാഹകന്മാരായി വന്ന പ്രവാചകന്മാരെല്ലാം ആണുങ്ങളായതിന്റെ ന്യായ വിരുദ്ധിയാണ്. അത് നമ്മൾ മനസ്സിലാക്കും. പെണ്ണിനോട് പക്ഷമേറ്റം കാണിച്ചിട്ടല്ല, പ്രവാചകന്മാരെല്ലാം ആണുങ്ങളായതിന്റെ ന്യായം പറഞ്ഞതാണ്. അതുകൊണ്ട് ആ അടിസ്ഥാനത്തിൽ നിന്നുകൊണ്ടാണ് ഇമ്രാന്റെ പെണ്ണ് പറയുന്നത്, ഇമ്രാൻ കുടുംബത്തിലെ പെണ്ണ് പറയുന്നത് ആണും പെണ്ണും ഈ വിഷയത്തിൽ ഒരുപോലെയല്ല, ബാക്കി എല്ലാ വിഷയത്തിലും പരിഗണിക്കണം, സമന്മാരായിട്ടല്ലേ ഇസ്ലാം പരിഗണിച്ചിട്ടുള്ളൂ. അതാണ് വിവാഹ ജീവിതവുമായി ബന്ധപ്പെട്ട കാര്യത്തിലൊക്കെ ആണും പെണ്ണും രണ്ട് പകുതികൾ ചേർത്ത്, രണ്ട് ഒന്നുകൾ ചേർത്ത് വലിയ ഒന്നാവുന്നു എന്ന് പറയുമ്പോൾ ആ വലിയ ഒന്ന് ഈ രണ്ട് അരകൾ ചേർന്നാണെന്നൊക്കെ മനസ്സിലാക്കി തരുന്നത്. പിന്നെ ലിബാസുലവും ആർക്കും ലിബാസുലവും എന്ന് പറഞ്ഞതും അവരുമായി ശൂറ സംവിധാനം പൂജാതന വേണമെന്ന് പറഞ്ഞതൊക്കെ ഈ അംഗീകാരം നൽകിയതിന്റെ അടിസ്ഥാനത്തിൽ. അപ്പൊ അത് ആ വിഷയത്തിൽ അങ്ങനെയാണ്. പക്ഷെ ഈ വിഷയത്തിൽ വരുമ്പോൾ ഇങ്ങനെയാണ്. അത് പെണ്ണിന്റെ പ്രകൃതം അങ്ങനെയായതുകൊണ്ടാണ് എന്ന് അംഗീകരിച്ചുകൊണ്ടാണ് പറയുന്നത്. വൈനി സമ്മയിക്കുക മറിയം, ഇമ്രാൻ കുടുംബത്തിലെ പെണ്ണ് പറയാം, വൈനി സമ്മയിക്കുക മറിയം. അതുകൊണ്ട് ഈ പെണ്ണിന് ഞാൻ മറിയം എന്ന് പേരിടാം. അവിടെ ഞാൻ അങ്ങനെ മറിയം എന്ന് പേര് വെച്ചിരിക്കുന്നു. അതാണ് കന്യാമറിയം എന്ന് നമ്മുടെ സഹോദരങ്ങൾ പറയുന്ന മറിയം ബീവി, നമ്മൾ പറയുന്ന മറിയം. വൈനി ഉറയുക, നിശ്ചയം അവൾക്ക് വേണ്ടി ഞാൻ നിന്നോട് രക്ഷ തേടുന്നു. അവരിലൂടെ ഉണ്ടാകുന്ന സന്താനങ്ങൾക്ക് വേണ്ടിയും ഞാൻ നിന്നോട് രക്ഷ തേടുന്നു. ശമിക്കപ്പെട്ട പിശാചിൽ നിന്ന് ആഗ്രഹിച്ചതാണ് കുഞ്ഞിനെയാണ്. ആൺകുഞ്ഞിനെ കൊണ്ട് മുതൽ കൂട്ടാനല്ല, ആൺകുഞ്ഞിനെ കൊണ്ട് ദീനിനെ വളർത്താൻ. നമ്മൾ ആൺകുഞ്ഞിനെ ആഗ്രഹിക്കുന്നത്, പെൺകുഞ്ഞിനെ വെറുക്കുന്നത്, പെൺകുഞ്ഞ് ചെലവ് ഒരു സാധനവും ആൺകുഞ്ഞ് വാരിക്കേറി കൊണ്ടുവരുന്ന ഒന്നും പൊൻകുട്ടിനെ ധാരാളമായി വളർത്താൻ നമുക്ക് സുഖമായി ജീവിക്കാൻ മനസ്സിലാക്കുകയാണെങ്കിൽ ഇവിടെ ഒരു ഇസ്ലാമിക പാരമ്പര്യത്തിന്റെ നിദർശനമാണ്. വളർച്ചവന്റെ ദീനിന്റെ വളർച്ചക്കും ഉയർച്ചക്കും അതിനുവേണ്ടി പടവുകാരൻ എഴുന്നേറ്റ് നിൽക്കാൻ കഴിയുന്ന ഒരെണ്ണമായിരുന്നു വളർത്താൻ ആഗ്രഹിച്ചിട്ടാണ് നേർച്ചയാക്കിയത്. പക്ഷെ പെണ്ണായപ്പോഴും നേർച്ചയിൽ വിവാഹം പറ്റും. അത് പറ്റില്ല. നേർച്ച നേർന്നാൽ ചെയ്യണമല്ലോ, നേർച്ച നേർന്നാൽ ചെയ്യൽ നിർബന്ധ. അതുകൊണ്ട് പെണ്ണായതുകൊണ്ട് അതിൻ്റെതായ പ്രശ്നങ്ങളുണ്ട്. പക്ഷെ എങ്കിൽ പോലും പഠിച്ചവനെ ആ നേർച്ചയിൽ തന്നെ ഇവിടെ ആ വഴി നിന്റെ സേവകയായി, നിന്റെ ദീനിന്റെ പ്രവർത്തകയായി മാറ്റി നിർത്താൻ ആഗ്രഹിക്കുന്നു. ഞാൻ അവർക്ക് മറിയം എന്ന് പേരിട്ടിരിക്കുന്നു. ഇനി സമ്മയിക്കുക മറിയം അവൾക്ക് വേണ്ടിയും അവളിൽ പിറക്കുന്ന സന്താനങ്ങൾക്ക് വേണ്ടിയും ആട്ടിയോടിക്കപ്പെട്ട ശപിക്കപ്പെട്ട പിശാചിൽ നിന്ന് പടച്ചവനെ ഞാൻ രക്ഷ തേടുന്നു. അതാണ് കുഞ്ഞു ജനിച്ചാൽ നമ്മൾ എന്നൊക്കെ പറഞ്ഞിട്ട് പിന്നെ ചെവിയിൽ സ്വലാത്തൊക്കെ പറഞ്ഞ് ചെവിയിൽ ഭാവിക്കാമെന്നൊക്കെ പറഞ്ഞു കൊടുക്കുന്ന രീതി ഉണ്ടായിരുന്നതിന്റെ അടിസ്ഥാനത്തിൽ ഇതൊക്കെയാണ്.
ഇവളിൽ നിന്നും ഇവളുടെ കാര്യത്തിലും ഇവളിൽ ലഭിക്കുന്ന സന്താനപരന്റെ കാര്യത്തിലും പഠിച്ചവനെ അട്ടിയോടിക്കപ്പെട്ട ശപിക്കപ്പെട്ട പിശാചിൽ നിന്ന് ഞാൻ രക്ഷപ്പെടുന്നു എന്ന് അവർ പ്രാർത്ഥിക്കുന്നു. ഇസ്ലാമിക സംസ്കാരത്തിന്റെ ഒരു സൂചന നമുക്കിവിടെ വായിച്ചെടുക്കാൻ. ഇങ്ങനെ ചില അടിസ്ഥാനങ്ങളുകൊണ്ടാണ് നമ്മൾ ജനനവും വിവാഹവും മരണവും നടപ്പാക്കുന്നത്. ആരോ പഠിപ്പിച്ച പോലെ എന്തൊക്കെ ചെയ്യുന്നതിന് പകരം ഇസ്ലാമിന്റെ അടിത്തറത്തിൽ കിട്ടുന്ന ഇത്തരം ചില വർഷങ്ങളെ ചേർത്ത് വെച്ചുകൊണ്ട് ഒരു രീതി ഉണ്ടാക്കിയെടുക്കാണ് ഇസ്ലാമിൽ ബുദ്ധിമാന്മാരായ പണ്ഡിതന്മാർ ചെയ്തിരിക്കുന്നത്. അങ്ങനെ ഇവരുടെ ഈ നേർച്ച, ആ കുഞ്ഞിന്റെ ജനനം, അത് പെണ്ണായി പോയ അവസ്ഥയിലും ആ നേർച്ച നിർവഹിക്കാൻ പൂർത്തിയാക്കാൻ തീരുമാനിച്ചത്, അവൾക്ക് ഇങ്ങനെ പേര് കൊടുത്തത്, അവരിലും അവർ സന്താന പരമ്പരയിലും പഠിച്ചവരെ അനുഗ്രഹം ഉണ്ടാക്കാൻ പിശാചിൽ നിന്ന് അവരെ രക്ഷിക്കാനുള്ള പ്രാർത്ഥന. പിന്നെ ആ കുഞ്ഞിനെ വളർത്തിയെടുത്ത് അങ്ങനെയൊക്കെ മുന്നോട്ട് പോയി. ചരിത്രം അത്രയൊക്കെ അവിടെ പറയുന്നുണ്ട്. അന്ന് ഈ വിഷയത്തിൽ എങ്ങനെ പ്രതികരിച്ചു? അവരുടെ നാഥൻ ഇമ്രാൻ കുടുംബത്തിലെ ഈ പെണ്ണുനാഥൻ ആ സഹോദരിയുടെ ഈ നേർച്ചയെ നാഥൻ സ്വീകരിച്ചു. ഏറ്റവും നന്നായിട്ട് അവർ അള്ളാഹുവിന്റെ മാർഗത്തിൽ നേർച്ചയാക്കിയ ഈ നേർച്ചയെ അള്ളാഹു ഏറ്റവും നന്നായി സ്വീകരിച്ചു. പടച്ചവൻ ആ നേർച്ച അങ്ങ് സ്വീകരിച്ചു. ഇങ്ങനെ ഒരു നേർച്ച നേർന്നു ദീനിന്റെ സേവകനായിട്ട് ഒരു മകനെ ഒരു മകളെ വളർത്തിയെടുത്താൽ ആ നേർച്ച അള്ളാഹു സ്വീകരിച്ചാൽ ലഭ്യമാകുന്ന നേട്ടത്തെ കുറിച്ച് സ്വപ്നം കാണാൻ നമുക്ക് സാധിക്കുമാറാവട്ടെ. ഇനിയുള്ള തലമുറയിലെങ്കിലും അള്ളാഹ് സ്വീകരിച്ചു. എങ്ങനെ സ്വീകരിച്ചു? ഏറ്റവും നന്നായിട്ട് സ്വീകരിച്ചു. അത്രമേൽ അംഗീകാരം കൊടുത്തു ആ നേർച്ചക്ക്. ഈ നേർച്ചക്കുള്ള അംഗീകാരവും അതിന്റെ വിലയും മനസ്സിലാക്കാത്തത് കൊണ്ടാണ് നേരെ നിസ്കരിക്കാൻ പോലും നമ്മൾ പഠിപ്പിക്കാതെ വേറെ പലതരം പറഞ്ഞയച്ചിട്ട് അവസാന യുവന്മാരുടെ വിത്തനുണ്ടാകുമ്പോൾ നാണം കെട്ടിട്ട് നടക്കേണ്ടി വരുന്നു. നമുക്ക് കാഴ്ചപ്പാടില്ലാതെ പോയത് സന്താനങ്ങളുടെ കാര്യത്തിൽ ഇസ്ലാമികമായ കാഴ്ചപ്പാടില്ലാതെ പോയാൽ പാപ്പന്മാരെ സ്വർഗത്തിലെത്തില്ല. സംശയമൊന്നും വേണ്ട. പാപ്പന്മാരെ സ്വർഗത്തിലെത്തണമെങ്കിൽ ഉമ്മമാരെത്തണമെങ്കിൽ ഇസ്ലാമിന്റെ മാർഗത്തിൽ ഈ മക്കൾ എങ്ങനെയാണ് കാഴ്ചപ്പാടുണ്ടാക്കിയിട്ട് ആ റൂട്ടിൽ നയിക്കണം. അതില്ലാതെ മറ്റേ റൂട്ടിൽ നയിച്ചിട്ട് സ്വർഗം തന്നെ പ്രാർത്ഥിച്ചാൽ അത് തരുന്നില്ല. അതുകൊണ്ട് ഇങ്ങനെ ചില നേർച്ചയുണ്ടെന്ന് സഹോദരന്മാരെ ഉരുവപ്പെടുത്താം. അത്തരം നേർച്ച അവ വല്ലാതെ സ്വീകരിക്കും. നിങ്ങൾ കൊടുക്കുന്ന ആടും കോഴിയും കുറ്റിയും സ്വീകരിക്കുന്നതിന് ഇതാ സ്വീകരിക്കാം. അത് മോശമാണെന്നല്ല, ഇനി വലിയെടുക്കേണ്ടെന്നല്ല. അതൊക്കെ എവിടെയോ വരുന്ന വന്ന ലിസ്റ്റിൽ ഒന്നാം സ്ഥാനത്ത് വരേണ്ടത് ഒന്നാം സ്ഥാനത്ത് തന്നെ വരണം. 4, 5, 6 സ്ഥാനത്ത് എടുത്തിട്ട് ഒന്നാം സ്ഥാനത്ത് വെക്കരുത്. അത് മുൻഗണനാക്രമം തെറ്റിക്കലാണ്. മുൻഗണനാക്രമം തെറ്റിയതാണ് ഇസ്ലാമിക സമുദായത്തിന്റെ കുഴപ്പം. മുൻഗണനാക്രമം പാലിക്കാൻ കഴിയുമ്പോൾ ഒരു സമുദായം ശരിയായി മുന്നോട്ട് പോകും. പ്രിഫറൻസ് ലിസ്റ്റ് എന്ന് പറയുന്ന ഒന്നുണ്ടല്ലോ, അത് ഇസ്ലാമിനുണ്ട്. അത് നമ്മുടെ ഭൗതിക രംഗത്ത് മാത്രമല്ല. വിദ്യാഭ്യാസം കൊടുക്കുമ്പോൾ ഏത് വിദ്യാഭ്യാസം കൊടുക്കണം? പ്രിഫറൻസ് ലിസ്റ്റ്. തെരഞ്ഞെടുക്കുമ്പോൾ പെണ്ണ് കെട്ടിക്കുമ്പോൾ ഏത് എടുക്കണം? പ്രിഫറൻസ് ലിസ്റ്റ്. ഇങ്ങനെയൊക്കെ ലിസ്റ്റുകൾ നമുക്ക്. ആ ലിസ്റ്റിൽ എന്തെങ്കിലും വരാത്തത് നാണമാകണം നമുക്ക്. ഞാൻ നിങ്ങളോടല്ല സമുദായത്തോട് പറയാം, നിങ്ങളിത് പഠിക്കാമെന്ന് നല്ലതല്ല. എനിക്ക് നിങ്ങളോട് വെറുപ്പൊന്നുമില്ല. നമ്മുടെ മക്കളെ അങ്ങനെ വളർത്തണം. മതവിദ്യാഭ്യാസവും ഭൗതിക വിദ്യാഭ്യാസവും കിട്ടുന്ന ക്രമത്തിൽ പഠിപ്പിച്ചെടുത്തിട്ട് അവരതിന് പറ്റുന്ന ആളുകളാക്കി മാറ്റാൻ കഴിഞ്ഞാൽ ആ നേർച്ചക്ക് വലിയ മുന്നുണ്ടെന്ന ആ നേർച്ച തിരിയാതെ പോയത് കൊണ്ടാണ് നമ്മൾ ഒരു വശത്തേക്ക് ചാഞ്ഞു പോയത് കൊണ്ട് എല്ലാം ഭൗതികമായ ധന ലാഭ നഷ്ടത്തിന്റെ കണക്ക് വെച്ച് മാത്രം ചിന്തിക്കാൻ പറ്റിയത്. അതുകൊണ്ടാണ് നമുക്കിന്ന് പൊങ്ങാൻ പറ്റാത്തത്. അതുകൊണ്ടാണ് ഇന്നില്ലാതെ പോയത്. അതുകൊണ്ടാണ് പല കുടുംബം നാണം കെട്ട് നടക്കുന്നത്. അപ്പോൾ ഈ കാഴ്ചപ്പാട് വേണം. അതല്ല സ്വീകരിക്കുന്ന ഏറ്റവും നല്ല നേർച്ച. അതുകൊണ്ട് ഇപ്പം എന്താ ചെയ്യുക? ഉള്ളതിനെ ഇസ്ലാമായി വളർത്തുക എന്നാണ് ഇങ്ങനെ പറയുന്നത്. ഉള്ളതിനെ ഇസ്ലാമാക്കി വളർത്തുക. അതുകൊണ്ട് വേണമെങ്കിൽ ഈ ഇവിടുത്തെ രണ്ടും പഠിപ്പിക്കാൻ പറ്റും, അല്ലെങ്കിൽ കൃത്യമായിട്ട് പഠിപ്പിച്ചു കൊടുക്കും, അല്ലെങ്കിൽ കുറച്ച് ദീനീ കാര്യത്തിലൊക്കെ ഇടപെടിക്കും. അത് നന്നാവട്ടെ. അങ്ങനെയും ചെയ്യാം. അങ്ങനെയെങ്കിലും ചെയ്യണം. ഇനിയിപ്പം കയ്യിലുള്ള സാധനം വളർന്നു നിൽക്കുന്ന സാധനങ്ങളെ അതിനെ അങ്ങനെയെങ്കിലും മാറ്റിയെടുക്കണം. എന്നിട്ട് ഇനിയുള്ളതിനെ അങ്ങനെ ആക്കാൻ നോക്കും. ഉള്ളതിനെ ഇങ്ങനെ ആക്കാൻ നോക്കും. ഇനി ഒന്നും ഉണ്ടാവാത്തതിനെ ഇങ്ങനെ ആക്കാൻ നോക്കും എന്ന് ഈ പറഞ്ഞൊരു മർമ്മമുണ്ടെന്ന് വിനയപ്രസരം ഓർമ്മപ്പെടുത്തുകയാണ്. അള്ളാഹ് ഈ നേരത്തെ നന്നായി സ്വീകരിച്ചു. നന്നായി സ്വീകരിച്ചെന്ന് മാത്രമല്ല, അതിനെ നന്നായി വളർത്തി. അള്ളാഹ് വളർത്തല. നമ്മളൊക്കെ വിചാരിച്ച ഞാനും നിങ്ങൾ വളർത്തലാണെന്ന. ഞാനും നിങ്ങൾ വളർത്തിയാൽ ഈ സാധനം നേരെ ചെറിയ വളരുന്നു. ആര് പറഞ്ഞു വളരുന്നു? പടച്ചവന്റെ ഒരു കണ്ണില്ലെങ്കിൽ നമ്മുടെ മക്കൾ നേരെ ചെറിയ വളരുന്നു. അപ്പൊ നമ്മളിങ്ങനെ പ്ലാൻ ചെയ്ത് അങ്ങനെ വിട്ടിട്ട് ഇനി ആ കോഴ്സ് കഴിഞ്ഞു, അടുത്ത കോഴ്സിന് അങ്ങ് ബാംഗ്ലൂരിലേക്കോ മദ്രാസിലേക്കോ പറഞ്ഞയക്കണം, പിന്നെ അടുത്ത ഒരു ലണ്ടനിലേക്ക് വിടാം എന്നൊക്കെ വെച്ച് നല്ല കാര്യം. സാധനം വരുമ്പോ ഏതുപോലെ തന്നെ വരികയാണുള്ളത്.
ഇപ്പൊ ഏറെക്കുറെ അനുഭവം ഉണ്ടല്ലോ. അപ്പോ അള്ള വളർത്തണം. അള്ള വളർത്തുമ്പോ എവിടെ പോയാലും എന്താ സംഭവിക്കാം? വളയൂല. അത് വിളയാണ് ചെയ്യാറ്, നന്നായിട്ട് വളരും. അപ്പൊ അള്ള സ്വീകരിക്കുന്ന നേർച്ചയാക്കി മക്കളെ വളർത്തും. അവരെല്ലാം വിദ്യാഭ്യാസം നേടട്ടെ. ദീനിയായ വിദ്യാഭ്യാസം നേടുന്ന വഴിയേ ഇല്ല. അത് കുറച്ച് ഓതാൻ 4 ദിക്റും ഇത്തിരി സ്വലാത്തും പിന്നെ ഇസ്ലാമിന്റെ പട്ടികയിൽ വരാത്ത കുറെ ആണ്ടുകളും അറുതികളും ഉറുതികളും ഒക്കെ പഠിച്ചാൽ മതി. മർമ്മം പഠിക്കരുത്. അത് പഠിപ്പിക്കില്ലല്ലോ. ഒന്നുകിൽ ആദ്യം മലയാളം, അല്ലെങ്കിൽ ഏതെങ്കിലും 2 കിതാബ്. ഇതൊക്കെ പഠിപ്പിച്ചിട്ട് ഓതാനും പഠിച്ചെല്ലാരും വിടലല്ലേ? അത്രയായ ദീനായില്ലേ? ഇപ്പൊ ഈ വെക്കേഷൻ വരാൻ പോവുക, സ്കൂളൊക്കെ പൂട്ട, എന്തെന്നായി കൊടുക്കുന്നത്? ആകെ ഈ പറഞ്ഞ ഖുർആനുള്ളതാണ്. ഇത്തരം ചില സാധനങ്ങളൊക്കെ പഠിക്കാനും പഠിപ്പിച്ചാൽ നമ്മുടെ വിദ്യാഭ്യാസത്തിനല്ലോ. പിന്നെ അടുത്ത കൊല്ലം വെക്കേഷൻ നമുക്ക് സൗകര്യപ്പെട്ടെങ്കിലല്ലേ ഈ പുസ്തകത്തിന്റെ മുമ്പിലൊന്നും കൊണ്ടുവന്നിരുത്തുള്ളൂ. അതല്ലേ നമ്മുടെ ഉള്ളവന്മാരുടെയും വലിയവന്മാരുടെയൊക്കെ കോലം. അല്ലെങ്കിൽ ഇപ്പൊ ഈ ഉസ്താദിനെ വെച്ച് 1 മാസം ഒരു വെച്ചടിച്ച് കയറ്റുന്നത് നടക്കും. അതോടുകൂടി നമ്മളെന്തോ ഒരു ത്യാഗം ചെയ്യുന്നതല്ലേ ധരിച്ചിരിക്കുന്നത്. അങ്ങനെ ധരിക്കണ്ട. അതൊന്നും വലിയ കാര്യമല്ലടോ എന്നാണ് ഈ പറഞ്ഞ നടത്തുന്നത്. അപ്പൊ നേരെ ചൊവ്വേ വളർത്തിയിട്ട് ഈ ഉദ്ദേശത്തോടു കൂടി നമ്മുടെ മക്കൾ ഇങ്ങനെയാവണം. ഇസ്ലാമിന്റെ സംസ്കാരം, ഇസ്ലാമിന്റെ കൾച്ചർ, അതിന്റെ സുന്ദരമായ വിഭാവന, അതിന്റെ സുന്ദരമായ റെപ്രസെന്റേഷൻ ക്യാമ്പസിലായിരുന്നാലും തെരുവിലായിരുന്നാലും ഏത് IT പ്രൊഫഷണൽ മേഖലയിലായിരുന്നാലും അതിന്റെ സുന്ദരമായ റെപ്രസെന്റേഷൻ നടത്താൻ കഴിയുന്ന അവസ്ഥയിൽ അവരെ ആക്കിയെടുക്കണമെന്ന ഉദ്ദേശത്തോടു കൂടി 2 വിദ്യാഭ്യാസവും മതിയായ അളവിൽ കൊടുത്തിട്ട് ആ മാർഗത്തിൽ അല്ലാഹുവിന്റെ ദീനിന്റെ സേവകനായി നിൽക്കട്ടെ, അവന്റെ ഉപജീവനം ഈ വഴിയിലാകുമ്പോൾ തന്നെ എന്ന് നേർച്ചയാക്കി തന്നെ വിട്ടാൽ അല്ലാഹ് ആ നേരത്തെ സ്വീകരിക്കും. മാത്രമല്ല ഏറ്റവും നന്നായിട്ട് തന്നെ അള്ള വളർത്തും. അള്ള വളർത്താൻ തീരുമാനിച്ചവരും നമ്മൾ പേടിക്കണോ? അള്ള നമ്മളെ മക്കളെ വളർത്താൻ ഏറ്റെടുക്കുന്ന പോലത്തുള്ള ആത്മാവ് കൊണ്ടാണ് ഇത് വേറെ പല പ്രശ്നം ഉണ്ടാക്കുന്നത്. അതുകൊണ്ട് സഹോദരന്മാരെ, ഈ 3 മക്കൾ ഞാൻ എന്നോട് പിന്നീട് നിങ്ങളോട് പറയാം, നമ്മുടെ മക്കളെ ഇസ്ലാമിന്റെ വഴിയിൽ ചരിക്കുന്നവരാക്കി മാറ്റിയെടുത്താൽ അത് അവർ സ്വീകരിക്കുന്ന നന്മയാണ്. അതിനെ അള്ള തന്നെ വളർത്തും. നമ്മുടെ കണ്ണെത്താത്തത് തമ്പുരാന്റെ കണ്ണെത്തും. സംശയമൊന്നുമില്ലല്ലോ. നമ്മുടെ കണ്ണെത്താത്ത തമ്പുരാന്റെ കണ്ണെത്തും. അള്ള അതിന് നേരെ ചൊവ്വേ കൊണ്ടു നടന്നാൽ ആ മുത്ത് ഇഹത്തിൽ നമുക്ക് മാനവും അഭിമാനവും, ഫലത്തിൽ നമ്മുടെ സ്വർഗവുമാണ് എന്ന് മനസ്സിലാക്കാൻ മാതാപിതാക്കൾക്ക് പറ്റണം. അങ്ങനെ ഒരു വലിയ പാഠം മറിയത്തിൽ ചരിത്രമുണ്ട്. അപ്പൊ അള്ള അതിന് നന്നായിട്ട് വളർത്തുക. സക്കരിയ അലൈഹിസ്സലാം അവരുടെ സംരക്ഷണം ഏറ്റെടുത്തു. കഫീലായി, കഫലാണ്. അഥവാ അള്ളാന്റെ ദീനിന്റെ മാർഗത്തിൽ സേവകയായി മറിയം ബീവിക്ക് പക്വതയും പാകതയും എത്തി. റുഷ്തും ആക്കിലും ബാലിയും ഒക്കെ ആയപ്പോൾ, ആക്കില ബാലിക ആയപ്പോൾ തന്നെ എത്തിയപ്പോ ആ മാർഗത്തിൽ അങ്ങ് വിട്ടുകൊടുത്തു. അവിടെ ആരാ കൈകാര്യകർത്താക്കൾ? അവിടെ ബൈത്തുൽ മുഖദ്ദിസിൽ ആ മസ്ജിദ് കേന്ദ്രീകരിച്ചാണ് അവിടെ ദീനിന്റെ പ്രവർത്തനവും കാര്യങ്ങളെല്ലാം ദീനമാകുക ഭരണവും അങ്ങനെ നടക്കുക, മദീന പള്ളിയെ പോലെ തന്നെ. അപ്പൊ അവിടെ നേതൃത്വം വഹിക്കുന്ന ആളുകളുണ്ട്. സക്കരിയ അലൈഹിസ്സലാം ഉൾപ്പെടെയുള്ള ആളുകൾ. സക്കരിയ അലൈഹിസ്സലാമെയാണ് ആ കാലഘട്ടത്തിലെ പ്രവാചകനും നേതാവ്. അതുകൊണ്ട് അദ്ദേഹത്തെ ഏൽപ്പിച്ചു കൊടുത്തു. അങ്ങനെയാണ് ദീനിന്റെ മാർഗത്തിൽ പ്രവർത്തന രംഗത്തും പഠനത്തിനും ഒക്കെ ഉപയോഗപ്പെടുത്തിക്കൊള്ളാം. അപ്പൊ കപ്പലഹ സക്കരിയ അലൈഹിസ്സലാം അവരുടെ സംരക്ഷണം ഏറ്റെടുത്തു. അപ്പോ പെണ്ണാണ്, പള്ളി കേന്ദ്രീകരിച്ചാണ് എല്ലാ പ്രവർത്തനവും നടക്കുന്നത്. പള്ളിയിൽ പെണ്ണിന് എല്ലായ്പ്പോഴും വരാൻ പോകാനും പറ്റില്ല.